എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും, കാര്യം ഇവിടെ ഓരോ ജില്ലയും വേണമെങ്കിൽ ഓരോ മേഖലയെ കാണാമെങ്കിലും എല്ലായിടത്തും കൃത്യമായ മുന്നേറ്റം. ഈ ഇപ്പൊ കാണുന്ന ന്യൂഡൽഹിയിൽ 5 സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് നോക്കണം. വെസ്റ്റ് ഡൽഹിയിൽ 8 സീറ്റിൽ ഉള്ള ലീഡ് നില വരുമ്പോൾ 4ഇടത്ത് BJP എന്ന് പറയുമ്പോൾ ആ 4ഉം പുതുതായി പിടിച്ചതാണ്. സൗത്ത് ഡൽഹിയിൽ 8ഇടത്ത് BJP മുന്നിട്ട് നിൽക്കുമ്പോൾ അത് 1-ൽ നിന്നാണ് 8ലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഓരോ പ്രദേശത്തും ഡൽഹി ആകമാനം ആഞ്ഞടിച്ചിരിക്കുന്ന ഒരു തരംഗത്തിന്റെ കൂടി സൂചനയാണ് ഈ കാണുന്നത്. കപിൽ മിശ്രയുടെ ഭൂരിപക്ഷം 3000 കടന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് വരുന്നത്. കപിൽ മിശ്ര ഭൂരിപക്ഷം 3000-ലധികം കടന്നിരിക്കുന്നു. കപിൽ മിശ്ര വളരെ പ്രധാനമായി നോട്ട് ചെയ്യേണ്ട ഒരു നേതാവ് കൂടിയാണ്. കാരണം BJPയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഷിഫ്റ്റിംഗ് വന്നു. അതിനുശേഷം അദ്ദേഹത്തെ അവിടുത്തെ ഓരോ ചെറിയ കോണിൽ വരെ എത്തി അവിടുത്തെ പരിപാടികൾ പങ്കെടുത്തു. കപിൽ മിശ്ര അദ്ദേഹം തന്നെ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു നേതാവല്ല, ഞാൻ കൃത്യമായിട്ടൊരു സേവകനമാണ് എന്ന രീതിയിലേക്ക് അത് വെറും വാക്കല്ല, അത് പ്രവർത്തിച്ച് കാണിക്കാൻ കൃത്യമായി തന്നെ എനിക്ക് തോന്നുന്നു വലിയ ഭാവിയുള്ളൊരു നേതാവ് കൂടിയാണ്. BJP രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കപിൽ മിശ്ര എന്നൊരു പേര് തലമുറ മാറ്റത്തിലേക്ക് പോകുമ്പോൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ട ഒരു പേര് കൂടിയാണ് കപിൽ മിശ്ര എന്ന് മനസ്സിലാക്കുന്നു. ആദ്യം മുതൽ തന്നെ അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലീഡ് ഏതാണ്ട് 3109 വോട്ടുകളായി കൂടിയിരിക്കുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴും പുറകിൽ തന്നെയാണ്. ഗൗതം, അതിഷി പുറകിലാണ്, അരവിന്ദ് കെജ്രിവാൾ പുറകിലാണ്. ഗൗതം, ശ്യാമേ, അരവിന്ദ് കെജ്രിവാളിൻ്റെയും അതീഷിയുടെയും സ്ഥിതി തീർച്ചയായും ആം ആദ്മി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ 2 നേതാക്കൾ, ഒന്ന് മുൻ മുഖ്യമന്ത്രി, ഒന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഈ 2 നേതാക്കളും ഒരു ഘട്ടത്തിൽ പോലും ലീഡ് ചെയ്യാതെ വളരെ പിന്നിലായി നിൽക്കുന്നുവെന്ന് പറയുന്നത് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ രാഷ്ട്രീയത്തിനും വലിയ തിരിച്ചടിയായി മാറും. പ്രത്യേകിച്ച് ഡൽഹിയിലാണ് ഈ പരാജയം. കാരണം ആ രാഷ്ട്രീയം, കുറ്റിച്ചൂലിൻ്റെ രാഷ്ട്രീയം രൂപപ്പെട്ടതും അത് വളർന്നതും ഒക്കെ രാജ്യ തലസ്ഥാനത്താണ്. പിന്നീട് ഇവിടുന്നുള്ള സംഘടനാ സംവിധാനത്തിന്റെ സ്വാധീനത്തിലാണ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചാബിന്റെ മണ്ണിൽ അടുത്ത കാലത്ത് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലേറിയത്. പക്ഷേ ഡൽഹിയിൽ തന്നെ ഇപ്പോൾ ആം ആദ്മിക്ക് അടിതെറ്റുന്നു എന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ ആം ആദ്മി രാഷ്ട്രീയം അപ്രസക്തമാകും എന്ന് കൃത്യമായ സന്ദേശം നൽകുന്നതാണ്. അടുത്ത കാലത്ത് നമുക്കറിയാം ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയായൊക്കെ വളർന്നിരുന്നു. പഞ്ചാബിൽ അധികാരം കിട്ടി, പിന്നീട് ഭാരതത്തിലെ മറ്റ് 2 സംസ്ഥാനങ്ങളിൽ അവർ സ്റ്റേറ്റ് പാർട്ടിയായി മാറി. ഗോവയിലും അതുപോലെ തന്നെ ഗുജറാത്ത്. ഗൗതം, ഏറ്റവും പുതിയ അപ്ഡേറ്റ്, 48 സീറ്റിൽ BJP മുന്നിൽ, 21ഇടത്ത് ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നില ചുരുങ്ങുന്നു. 48-21-1-1. BJP ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്ന് താഴെന്ന് നമ്മുടെ ജിനീഷേട്ടൻ കഥകളിയൊക്കെ അവതരിപ്പിക്കുന്ന ജിനീഷേട്ടാന്ന് തോന്നുന്നു. സ്നേഹത്തിന്റെ കടയില്ല, 2 കിടന്ന് തട്ടുകട മാത്രമേ ഉള്ളൂ എന്നാണ് കോൺഗ്രസിനെ പറ്റി പറഞ്ഞത്. ദയവായി ക്ഷമിക്കുക, കാരണം ഇതൊക്കെ സുന്ദരമാക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് മാത്രം പറഞ്ഞുള്ളൂ. എന്തായാലും തലസ്ഥാനം ഇനി താമരസ്ഥാനമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ. 49 സീറ്റുകൾ ഈ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. 40-ന് മുകളിൽ തന്നെ പിടിച്ചിരിക്കുന്നു. 2 ഘട്ടത്തിൽ ഒപ്പത്തിനൊപ്പം വന്നെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം 36 എന്ന സംഖ്യയിൽ എത്തിപ്പിടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചെങ്കിലും ഇപ്പോഴും BJP 50 സീറ്റിന്റെ അടുത്ത് എത്തി നിൽക്കുകയാണ്. ഇത് എവർ ടൈം റെക്കോർഡ്. 9:22 വോട്ടെണ്ണൽ തുടങ്ങി 1 മണിക്കൂറും 22 മിനിറ്റും. BJPയുടെ ലീഡ് നില 49, ആം ആദ്മി പാർട്ടി 20, കോൺഗ്രസ് 1, അതേഴ്സ് 1 പറയുന്നത് BSP. ആ പരാജയം തന്നെ അദ്ദേഹം ഒരു അഭിമാനമായി കണ്ടിരുന്നു. കാരണം നരേന്ദ്രമോദിയോട് തോൽക്കാൻ തന്നെ ഒരു യോഗ്യത വേണം എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പർവേസ് വർമ്മ എന്ന BJP, പർവേസ് വർമ്മയ്ക്കും ഒരു റെക്കോർഡുണ്ട്. അദ്ദേഹം മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും ഇതുവരെ തോറ്റിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചരിത്രപരമായ റെക്കോർഡിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ന്യൂഡൽഹി മണ്ഡലത്തിൽ ഷീലാ ദീക്ഷിതിനെ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണോ മുട്ടുകുത്തിച്ചത് അതുപോലെയാണോ കാര്യങ്ങൾ പോകുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അതാണ് ശ്യാം. അതായത് ന്യൂഡൽഹി മണ്ഡലം മുൻപും ഇത്തരം അട്ടിമറികൾക്ക് സാക്ഷിയായത് 2013-ലാണ്. കാരണം ഷീലാ ദീക്ഷിത് 15 വർഷം 1998 മുതൽ 2013 വരെ 15 വർഷം ഡൽഹി അടക്കി ഭരിച്ച വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ഷീലാ ദീക്ഷിത്. അങ്ങനെയുള്ള ദീക്ഷിത്തിനെ തന്നെ അതേ മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുട്ടുകുത്തിച്ചു. ഷീലാ ദീക്ഷിതിന്റെ മകന് മത്സരിക്കുന്നുണ്ട് അതേ മണ്ഡലത്തിൽ. മൂന്നാം സ്ഥാനത്തുണ്ട്. അതെ, തൽക്കാലം തീവ്ര ഹിന്ദു
അതെ അതെ ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് മുൻപ് PCC അധ്യക്ഷൻ ഉൾപ്പെടെയായിരുന്നു. അദ്ദേഹം 3-ാം സ്ഥാനത്താണ്. ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ആം ആദ്മിയുടെ സീറ്റ് വീണ്ടും കുറയുകയാണ്. 19 സീറ്റിലേക്ക്. ഒരുപക്ഷെ ഒരു പ്രതിപക്ഷമായെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ഇനിയും ഡൽഹി നിയമസഭയിൽ ഇരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവരുടെ സീറ്റ് നില ഘട്ടം ഘട്ടമായി കുറയുകയാണ്. ഒരു ഘട്ടത്തിൽ 35 വരെയൊക്കെ എത്തിയെങ്കിൽ ഇപ്പോഴത് 20-ന് താഴെ 19ആയി. ഒരുപക്ഷെ അടുത്ത കാലത്ത് ഒരു കോൺഗ്രസിന്റെ കുതിപ്പ് 1-ൽ നിന്ന് 2-ലേക്ക് ഉയർന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ ലീഡ് നില ഗൗതമിലേക്ക് തിരിച്ചു വരാം. BJP 49, ആം ആദ്മി 19, കോൺഗ്രസ് 2, BSP 1. അതിനൊപ്പം ഒരു കാര്യം കൂടി, ശ്യാമും ഗൗതമും പറഞ്ഞതിന് പിന്നാലെ ന്യൂഡൽഹി ഒരിക്കൽ കൂടി ചരിത്രത്തിന് വേദിയാകുന്നത് കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി കേസിൽ അഴിമതി ആരോപണം നേരിട്ട ഷീല ദീക്ഷിത്തിനെ തോൽപ്പിക്കാൻ ക്ലീൻ രാഷ്ട്രീയത്തിന്റെ വക്താവായ അരവിന്ദ് കെജ്രിവാൾ ചൂലെടുത്ത് വന്നു. ഇന്ന് അതേ ന്യൂഡൽഹിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് അഴിമതിയുടെ മദ്യക്കുപ്പിയിലാണ്ട് കിടക്കുന്ന കേജ്രിവാളിനെ പുറത്താക്കാൻ വരുന്നു പർവേസ് വർമ്മ. സാഹിബ് സിംഗ് വർമ്മയുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാകാൻ കൽപ്പിക്കപ്പെടുന്ന മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ BJP അധികാരത്തിലെത്തിയാൽ പർവേസ് വർമ്മയ്ക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം അദ്ദേഹം വരുന്നത് ഒരു വലിയ കോട്ട തകർത്തുകൊണ്ട് അല്ലെങ്കിൽ കോട്ട പിടിച്ചെടുത്തുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജേന്ദ്ര ഗുപ്ത ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാർ അവിടെ ഉണ്ടെങ്കിലും മോദിജിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ ഒക്കെ മനസ്സിൽ എന്താന്ന് അറിയാൻ സാധിക്കില്ല. ചില സർപ്രൈസ് മൂവുകൾ ജനങ്ങളെ കയ്യിലെടുക്കാൻ, ജനങ്ങൾ നിങ്ങളെ അംഗീകരിച്ചു, നിങ്ങളെ നമുക്ക് അംഗീകരിക്കാം. മധ്യപ്രദേശിൽ ആരാകും മുഖ്യമന്ത്രി എന്ന് അറിയാനുള്ള മീറ്റിംഗിൽ ഫോട്ടോ എടുക്കുന്ന MLA-മാരുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഏറ്റവും പുറകിലിരുന്ന ആളാണ് മുഖ്യമന്ത്രിയായി പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്താണ് ഇവർ രണ്ടുപേരും ചിന്തിക്കുന്നത്. BJPയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എത്രത്തോളം എഫക്റ്റീവാണ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അല്പമൊന്ന് BJP കിതച്ച സമയത്ത് ഒരു ദേശീയ മാധ്യമത്തിലിരുന്ന് ഒരാൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. BJP 240 സീറ്റുകളിൽ എത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും സന്തോഷിക്കേണ്ട. നരേന്ദ്രമോദി എന്ന മനുഷ്യനെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത അമിത്ഷാ എന്ന മനുഷ്യനെ എഴുതി തള്ളാനും പറ്റില്ല. ഗുജറാത്തിൽ കണ്ടതുപോലെ ഈ 240 സീറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്, ഒരു ലെസണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2029 നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏത് രീതിയിലാണ് ഇതൊരു വലിയ സുനാമിയായി, ഒരു കൊടുങ്കാറ്റായി തിരിച്ചടിക്കുക എന്ന് ഗുജറാത്തിൽ അത് അവർ കാണിച്ചതാണ്. ഗുജറാത്തിൽ വലിയ രീതിയിൽ തന്നെ മോദി പ്രഭാവത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ രാഹുൽ പലരെയും കൂടെ കൂട്ടി നടത്തിയ ഒരു ശ്രമം അന്ന് ഏതാണ്ടൊക്കെ വിജയിച്ചിരുന്നു. പക്ഷെ അപ്പോഴും അധികാരം പോയില്ല. പക്ഷെ തിരിച്ചുവരവ് അതൊരു ഒന്നൊന്നര തിരിച്ചുവരവായിരുന്നു. 157 സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവ് കണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിലും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അത് കൃത്യമായി തന്നെ മൈന്യൂട്ട് ലെവലിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ സ്വാഭാവികമായിട്ട് ഇനി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം എങ്ങനെയാണോ ഹരിയാന എക്സിറ്റ് പോളുകൾ വരെ ഒരു സാധ്യതയും കൽപ്പിക്കപ്പെടാതെ പോയ BJP എങ്ങനെ ഹരിയാനയിൽ അധികാരം നിലനിർത്തി എന്നതിൻ്റെ റൂട്ട് ലെവലിലേക്ക് കടന്നപ്പോൾ ഒരു സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നോ പോയി ഒരു രീതിയിലുള്ള ക്രെഡിറ്റും അവകാശപ്പെടാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട എന്ന രീതിയിൽ നിഷ്കാമകർമ്മികളായി ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം RSSന്റെ സ്വയംസേവകർ ഉണ്ടായിരുന്നു. അവർ റൂട്ട് ലെവലിലേക്ക് പോയി ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധർ നടത്തിയ പഠനത്തിൽ അവർക്ക് കിട്ടിയ ഒരു ഉത്തരം അത് RSS ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാക്ടർ ഈ ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിൽ നമുക്കത് പ്രതിഫലിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് 48 സീറ്റുകളിലൊക്കെ BJP എത്തുന്നു. ഒന്നുമില്ലാത്തടത്ത് തന്നെ പറയാം. കാരണം 3 സീറ്റ് 8 സീറ്റ് അവിടുന്നാണ് ഈ 48ലേക്കുള്ള കുതിപ്പ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ആ ഫാക്ടർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 48 സീറ്റുകളിൽ BJPയുടെ മുന്നേറ്റം 19 സീറ്റുകളിലേക്ക് 63ഉം 67ഉം സീറ്റുകൾ കൊണ്ട് നിയമസഭയിൽ അധികാരത്തിന്റെ വിഹാരകേന്ദ്രങ്ങളിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളും കൂട്ടർക്കും 19 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഈ നിമിഷം മുന്നേറ്റം നടത്താൻ സാധിക്കുന്നുള്ളൂ. ഇനിയുമുണ്ട്, ഫൈനൽ ചിത്രം വരട്ടെ, ഇനിയും മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഈ നിമിഷത്തെ വിലയിരുത്തലാണ് ടീം ജനം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കുന്നത്. 48 സീറ്റുകളിൽ BJPയുടെ മുന്നോട്ട് പോക്ക്, കുതിപ്പ് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ, കെജ്രിവാളിന്റെ എത്ര വോട്ടിന് പിന്നിലാണ്?
ശ്യാമ, ഇപ്പോൾ ഏതാണ്ട് 4000-ത്തിന് മുകളിൽ വോട്ടുകൾക്ക് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ പിന്നിലാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു നല്ല മാർജിനിൽ പർവേഷ് വർമ്മ അവിടെ ലീഡ് ചെയ്യുന്നു. ശ്യാമ, ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി, പർവേഷ് വർമ്മയുമായി നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതായത് ഈ വോട്ടിംഗ് ദിവസം, വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പർവേഷ് വർമ്മ ഡൽഹിയിൽ വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലാണ് നമ്മൾ പർവേഷ് വർമ്മയുടെ പ്രതികരണം ആരാഞ്ഞത് ജനം TV. ഞാൻ ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ആദ്യ ചോദ്യത്തിന് തന്നെ അദ്ദേഹം പറഞ്ഞത് മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തുമെന്നാണ്. പിന്നീട് അവസാനമായി ഞാൻ ചോദിച്ചു എത്ര സീറ്റുകളാണ് BJP പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് 50-ന് മുകളിൽ എന്നാണ്. ഞാനപ്പോൾ ഒരിക്കൽ കൂടി വീണ്ടും ചോദിച്ചു, 50-ന് മുകളിൽ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഘട്ടത്തിൽ BJP 50 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പർവേഷ് വർമ്മയൊക്കെ എത്രത്തോളം ദീർഘവീക്ഷണമുള്ള, അല്ലെങ്കിൽ കാര്യങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്ന നേതാക്കന്മാരാണ് എന്ന് കൃത്യമായി ജനം TVക്ക് തന്നെ മനസ്സിലാക്കുന്ന ഒരു പ്രതികരണമായിരുന്നു അത്. മാത്രമല്ല, അദ്ദേഹം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. കാരണം ഒരുപാട് MLA-മാർ ഈ നിയമസഭയിൽ BJPക്ക് ഉണ്ടാകുമെന്ന് ഇതിനകം തന്നെ നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി രാഷ്ട്രീയം രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ ഇന്ത്യ അഗനിസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച് അണ്ണാ ഹസാരെയുടെ ലെഗസി ഏറ്റെടുത്ത് പിന്നീട് അധികാരത്തിലേറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് സമാനമാണ് എന്നൊക്കെ പോലും ഒരു വിഭാഗം മാധ്യമങ്ങളൊക്കെ പുകഴ്ത്തിയ അരവിന്ദ് കെജ്രിവാളിനെ സ്വന്തം തട്ടകത്തിൽ തന്നെ ദയനീയമായ പരാജയപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിലേക്ക് ഒരുപക്ഷെ പർവേഷ് വർമ്മ ഇനിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചേക്കാം എന്ന രീതിയിലേക്ക് ന്യൂഡൽഹി നിയമസഭാ സീറ്റിലെ വോട്ടെണ്ണൽ മുന്നോട്ട് നീങ്ങുകയാണ്. അതിനാൽ പർവേഷ് ശർമ്മ അന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ആ ഒരു 50 സീറ്റ് എന്ന ഒരു കറക്റ്റ് നമ്പറിൽ തന്നെ ഇപ്പോൾ BJPയുടെ സീറ്റ് നില എത്തി നിൽക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. ഒപ്പം വിജയേന്ദർ ഗുപ്ത രോഹിണി മണ്ഡലത്തിൽ നിന്നും ലീഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആദ്യഘട്ടം മുതൽ തന്നെ അവിടെ നിന്ന് ലീഡ് ചെയ്യുന്നു. നിലവിൽ ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. BJPക്ക് അടിതെറ്റിയ 2015-ലും 2020-ലും പോലും രോഹിണി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചയാളാണ്. മാസ്മരികമായൊരു ഹാഫ് സെഞ്ചുറി. 50 സീറ്റിൽ BJP മുന്നിൽ.